നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഫ്ലട്ടറിൽ എങ്ങനെയാണ് ചെക്ക് ബോക്സ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഓൾറെഡി ഫോം എലമെൻറ്റ് സീരീസിലാണ് വീഡിയോ ആണിത്. അതിലെ 4ാമത്തെ വീഡിയോ ആണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റേഡിയോ ബട്ടൺ നോക്കിയിരുന്നു, പാസ്വേഡ് ബോക്സ് എങ്ങനെയാണെന്ന് നോക്കിയിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചെക്ക് ബോക്സ് എങ്ങനെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇറ്റ് ഈസ് വെരി സിമ്പിൾ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിസൈന്. ദെൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ബിൽഡ് ചെയ്ത് നമ്മൾ ഇവിടെ എത്തി. ഇനി നമുക്ക് ഡേറ്റ് പിക്കർ ഉണ്ട്, അത് ഞാൻ പറയാം. ദെൻ നമ്മൾ ഈ ചെക്ക് ബോക്സ് ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഇൻ ടു ദ കോഡ് ആൻഡ് വി ഹാവ് ദ സെലക്ട് ജെൻഡർ ഓപ്ഷൻ ഹിയർ. ഇതിൻ്റെ താഴെ നമുക്ക് എന്ത് വേണം? നമുക്കൊരു ചെക്ക് ബോക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ചെക്ക് ബോക്സ് എന്ന് പറയുന്നത് ദർ ആർ ടു widgets in Flutter to implement that checkbox. One is simply checkbox. Okay, then checkbox it has a value parameter, and you can see that is a bool thing. Either you can have a true or false. This is very simple. That means checkbox adine normally 3 സ്റ്റേറ്റ് അല്ലെങ്കിൽ 2 സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ എടുക്കാം. 2 സ്റ്റേറ്റ് ആയിട്ട് ഉണ്ടാവും. ഒന്ന് ചെക്ക് ഉള്ള സ്റ്റേറ്റും വേറൊന്ന് ചെക്ക് ഇല്ലാത്ത സ്റ്റേറ്റും. ചെക്ക് ഉള്ളപ്പോൾ ആ വാല്യൂ ട്രൂ ആയിരിക്കും, ചെക്ക് ഇല്ലാത്തപ്പോൾ ആ വാല്യൂ false ആയിരിക്കും. Let me have a true here. True. Then I'm going to have something like on change. Okay. On change എഴുതി. On change means on changeും എന്തുണ്ടായിരിക്കും? You have a parameter. Okay. Then എന്ത് സംഭവിക്കണം on change ചെയ്യുമ്പോൾ? I'm going to have set state here and I want to change the value. That value equal to false. Okay, let me save it. Now you have a tick here, but ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല. ഞാനിവിടെ ചെക്ക് ബോക്സിൽ ചെക്ക് ഇടുമ്പോൾ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, ടോഗിൾ ചെയ്യുന്നില്ല. കാരണം നമ്മളിവിടെ ഡയറക്റ്റ് എന്ത് ചെയ്തേക്കാണ്, ഒരു വാല്യൂ പാസ് ചെയ്തേക്കാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇവിടെ ഈ വാല്യൂവിനെ ടോഗിൾ ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. I'm going to have a bool variable because അതിൻ്റെ ടൈപ്പ് bool ആണ്. bool variable bool, let me call it as selected equal to, right now it is false. Okay, then give that selected to here. നമ്മളെ കോഡിൽ ചെക്ക് ബോക്സിൽ ഈ സ്ഥലത്ത് എന്ത് ചെയ്യുക, സെലക്റ്റഡ് എന്ന് പാസ് ചെയ്യുക. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യണം, സെലക്റ്റഡ് ആവുമ്പോൾ സെലക്റ്റഡ് ഈക്വൽ ടു നോട്ട് സെലക്റ്റഡ്. ഓക്കെ, ദാറ്റ് മീൻസ് ഇനീഷ്യലി സെലക്റ്റഡ് ട്രൂ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ ഫോൾസ് ആക്കണം. ഓൾറെഡി അത് ഫോൾസ് ആയിരുന്നെങ്കിൽ മേക്ക് ഇറ്റ് ട്രൂ. ഓക്കെ, ആൻഡ് ലെറ്റ് മീ സേവ് ദിസ്. ആൻഡ് ഇഫ് യു ക്ലിക്ക് ഹിയർ യു ക്യാൻ സീ ദ ടിക്ക് അപ്പിയേഴ്സ്, ആൻഡ് ഇഫ് യു ക്ലിക്ക് അഗെയിൻ ദ ടിക്ക് വാനിഷസ്. ഓക്കെ, ആൻഡ് ദിസ് മച്ച് സിമ്പിൾ ഈസ് ചെക്ക് ബോക്സ്. ആൻഡ് നോർമലി നമുക്ക് ഈ ചെക്ക് ബോക്സിൻ്റെ ഇവിടെ ഒരു ടെക്സ്റ്റ് എഴുതേണ്ടി വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് എന്തുണ്ട്, ചെക്ക് ബോക്സ് ലിസ്റ്റ് ടൈൽ എന്ന് പറയുന്ന വേറൊരു വിഡ്ജറ്റ് ഉണ്ട്. ഓക്കെ, ഇതിന് ഓൾറെഡി എന്തുണ്ട്, റേഡിയോ ബട്ടന്റെ കേസ് പറഞ്ഞ പോലെ ഇതിന് എന്തുണ്ട്, ടൈറ്റിൽ എന്നുള്ള പാരാമീറ്റർ ഉണ്ട്. ഇറ്റ് ഈസ് ആക്ച്വലി എ ലിസ്റ്റ് ടൈൽ. ദെൻ ടൈറ്റിൽ, ദെൻ ഇറ്റ്സ് എ വിഡ്ജറ്റ്. യു ക്യാൻ പാസ് എ ടെക്സ്റ്റ് ഹിയർ ആൻഡ് അവർ ടെക്സ്റ്റ് ഈസ് ലൈക്ക് ദിസ്. I would like to receive your newsletter and other promotional information. So you can have that. I would like to receive your newsletter and other promotional information. Okay, and save it. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ ആ ഒരു ടെക്സ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ആൻഡ് യു ക്യാൻ സീ ഇൻ അവർ ഡിസൈൻ ദാറ്റ് ചെക്ക് ബോക്സ് ഈസ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ആൻഡ് റൈറ്റ് നോ വി ഹാവ് ദ ചെക്ക് ബോക്സ് ഈസ് ഓൺ ദ റൈറ്റ് സൈഡ്. ആൻഡ് യു നോ ഹൗ ടു കൺട്രോൾ ദാറ്റ്. നമ്മൾ റേഡിയോ ബട്ടന്റെ കേസിൽ പറഞ്ഞതാണ്, യു ഹാവ് സംതിങ് കോൾഡ് കൺട്രോൾ അഫിനിറ്റി. ആൻഡ് കൺട്രോൾ അഫിനിറ്റി വരുന്നത് ലിസ്റ്റ് ടൈൽ കൺട്രോൾ അഫിനിറ്റി എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്നാണ്. ലിസ്റ്റ് ടൈൽ കൺട്രോൾ അഫിനിറ്റി ഡോട്ട്. ആൻഡ് ഇപ്പോൾ അത് ട്രെയിലിംഗ് ആണ്, യു ക്യാൻ മേക്ക് ഇറ്റ് ലീഡിങ്. Okay, then that would toggle this thing, and now you have that checkbox on the left side. Okay, and if you want to control the padding, you have something called content padding. Then padding is always another edge inset class. I don't want any padding here, so I'm going to put it at 0. Now you can see it's like our design, and this is our design, and this is what we achieved. Okay,
ആൻഡ് ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ആ ഒരു സ്ക്രീൻ വിഡ്ത്തിനനുസരിച്ച് ഞാൻ വരച്ചതാണ്. അപ്പോൾ സ്ക്രീൻ വിഡ്ത്തിനനുസരിച്ച് അതിലുള്ള ചേഞ്ച് ഇവിടെ ഉണ്ട്. ബട്ട് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് ദാറ്റ്. ആൻഡ് ദിസ് ഈസ് ഹൗ യു ഇംപ്ലിമെന്റ് എ ചെക്ക് ബോക്സ്. Okay, so let me wrap it up. I need a sized box here because that button is just near the checkbox. So I want a gap in between them. So now save it. A gap on them. And in our design, this button is like this. Okay, so we will use the elevated button. Elevated button width. And let me remove this width and save it. Now it is very small thing. So I want a bigger button. So you can access the media query dot of context dot size dot width. Okay, I need a full width button. Okay, and this is how you make that button bigger. And now it is almost similar, and the radius is different, but we'll change that later. Okay, and this is how you implement a checkbox. And I think this is understandable, and because already നമ്മൾ എന്ത് ചെയ്താണ് checkbox radio button പറഞ്ഞപ്പോൾ ഈ പ്രോപ്പർട്ടികളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് സെയിം. ആൻഡ് യു ഹാവ് ദ നോർമൽ ചെക്ക് ബോക്സ് ഞാൻ ആദ്യം കാണിച്ച ചെക്ക് ബോക്സ് ആണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ റോഡ് ഉള്ളിൽ എന്ത് ചെയ്യണം അത് എഴുതണം. ലൈക്ക് നമ്മളിവിടെ ചെയ്ത പോലെ എന്ത് ചെയ്യണം, ഒരു റോ എടുത്തിട്ട് ആ റോഡ് ഉള്ളിൽ എന്ത് ചെയ്യണം, ഈ ചെക്ക് ബോക്സിനെ കൊണ്ടിടണം. ഓക്കെ, ആൻഡ് ദാറ്റ് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ചെക്ക് ബോക്സ്. ഓക്കെ, then you have same value ഞാൻ പാസ് ചെയ്യുന്നുണ്ട്. selected on change. I'm not giving any function here. അല്ലെങ്കിൽ ഞാൻ ഫംഗ്ഷൻ ബോഡി കൊടുക്കുന്നില്ല, ജസ്റ്റ് അത് ഇംപ്ലിമെന്റ് ചെയ്ത് എങ്ങനെ കാണിക്കാൻ വേണ്ടിയാണ്. You can have a row here, row. Okay, then the first you want the checkbox, then you want the text and this text. Okay, copy this text and place it here. ഇവിടെ ഇതിന്റെ താഴെ പ്ലേസ് ചെയ്തു. Okay, now save ചെയ്ത് കഴിഞ്ഞാൽ you will get exactly like this. And ഇവിടെ നമുക്കൊരു എറർ ഉണ്ടായിരിക്കും ബിക്കോസ് ദിസ് ഇസ് എ ബിഗർ തിങ്. ആൻഡ് ഇവിടെ ഒരു ബൗണ്ടിങ് അല്ലെ റെൻഡർ ഫ്ലക്സ് എറർ വന്നു ബിക്കോസ് ഇതൊരു റോ ആണ്. ആ റോയില് ഒരു ചെക്ക് ബോക്സ് ഉണ്ട്, ദെൻ ഒരു ടെക്സ്റ്റ് ഉണ്ട്. ഓക്കെ, സോ യു ക്യാൻ ഹാവ് സംതിങ് ലൈക്ക് എക്സ്പാൻഡഡ്. ഓക്കെ, ആൻഡ് സേവ് ഇറ്റ്. നൗ യു ക്യാൻ സി അതെന്ത് ചെയ്തു. ഈ എക്സ്പാൻഡഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? എക്സ്പാൻഡഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പം ഇതിനകത്ത് ഈ റോ ഫുൾ വിഡ്ത്ത് എടുക്കും. അതാണ് നമ്മളുടെ റോയുടെ കൺസെപ്റ്റ്. റോ ഫുൾ വിഡ്ത്ത് ആണ് എന്ത് ചെയ്യുന്നത്, കൺസ്യൂം ചെയ്തത്. അപ്പോൾ അതിൽ ഇവർ രണ്ടുപേര് വന്നപ്പോൾ ഈ രണ്ടുപേർക്കും കൊടുക്കാനുള്ള സ്പേസ് എന്തില്ല, ഈ വിഡ്ത്ത് ഇവിടെ ഇല്ല. ചെക്ക് ബോക്സിന് കൊടുത്തു, ടെക്സ്റ്റിനകത്ത് കുറേ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അതിന് ഫുള്ളായിട്ട് കൊടുക്കാനുള്ള വിഡ്ത്ത് നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ ആ വിഡ്ത്തിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം, എക്സ്പാൻഡ് ചെയ്യാം. ദാറ്റ് മീൻസ് ചെക്ക് ബോക്സിന് കൊടുത്തതിന് ശേഷമുള്ള ബാക്കി സ്ഥലം മൊത്തം ആർക്ക് കൊടുത്തു, ഈ പറയുന്ന ആൾക്ക് കൊടുത്തു. രണ്ടാമത്തെ ടെക്സ്റ്റ് വിഡ്ജറ്റ് കൊടുക്കുകയാണ് ഇവിടെ ചെയ്തത്. ഇത് ഞാൻ ടെക്സ്റ്റ് ബോക്സ് ഇതിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, ഇതിന് രണ്ടിനും ആവശ്യമുള്ള സ്പേസ് എന്ത് ചെയ്യും, ഈക്വൽ ആയിട്ടായിരിക്കും. ആൻഡ് ഇഫ് ഐ റൈറ്റ് സംതിങ് ലൈക്ക് ഇവിടെ ഞാൻ എത്രത്തോളം അത് ഫ്ലക്സ് ചെയ്യണം എന്നുള്ള പ്രോപ്പർട്ടി നിങ്ങൾക്ക് കൊടുക്കാം. ഫ്ലക്സ് എന്ന് പറഞ്ഞിട്ട് ആൻഡ് യു ക്യാൻ ഹാവ് 2 എന്ന് കൊടുത്താൽ, let me put a comma here, 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1:2 എന്നുള്ള രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്. ദാറ്റ് മീൻസ് ടോട്ടൽ സ്പേസിനെ 1:2 എന്നുള്ള അനുപാതത്തിൽ എന്ത് ചെയ്യും, ഇവരുടെ ഇടയ്ക്ക് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ദെൻ ഞാനിത് റിമൂവ് ചെയ്തു ആൻഡ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ദിസ് ഇതേപോലെ ഉണ്ടായിരിക്കും. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ദിസ് എക്സ്പാൻഡഡ് ഹിയർ, റിമൂവ് ദിസ്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. Okay, so this is how you implement a checkbox in Flutter, and there are 2 ways. One is checkbox. You can use a checkbox, and remember it has a property called value, that is a bool value. That accepting the bool value ആണ്. Simply ഇതാണ്, നമ്മൾ ടിക്ക് ഇടുന്നു, ടിക്ക് ഇല്ല. ടിക്ക് ഉള്ള സ്റ്റേറ്റിൽ bool value true ആയിരിക്കും, ടിക്ക് ഇല്ലെങ്കിൽ എന്തായിരിക്കും, bool value false ആയിരിക്കും. And somehow you have to toggle that. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്തു, ഒരു വേരിയബിൾ ഉണ്ടാക്കി. ദെൻ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വാല്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, ടോഗിൾ ചെയ്യണം. സോ അതാണ് നമ്മളിവിടെ എഴുതിയത്. ഓക്കെ, ഐ തിങ്ക് ദിസ് ഇസ് ക്ലിയർ. ഓക്കെ, സോ നമുക്ക് ഒരു കാര്യം കൂടി പറയാണ്ട്, അത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ സപ്പോസ് നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, നമ്മളോട് സംടൈംസ് നമ്മൾ ഈ ചെക്ക് ബോക്സിൽ നിങ്ങൾക്ക് റേഡിയോ ബട്ടൺ പോലെയല്ല. ഇപ്പോൾ റേഡിയോ ബട്ടൺ അറ്റ് എ ടൈം ഒരു ഗ്രൂപ്പിൽ പെട്ടുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ഈ ഒരു കേസല്ല ഞാൻ പറയുന്നത്. സപ്പോസ് ഇങ്ങനെ ഒരു ചോദ്യമാണ് ചോദിച്ചതെന്ന് വിചാരിക്കുക, ഇതിനകത്ത് ഇല്ലാത്തതാണ്, ഡിസൈനിൽ ഇല്ലാത്തതാണ്, പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്നതാണ്. സെലക്ട് യുവർ പ്രിഫറൻസ് എന്ന് ചോദിക്കുന്നുണ്ട്.
ഓക്കെ, പ്രിഫറൻസ് എന്ന് ചോദിച്ചു. ദാറ്റ് മീൻസ് വി ആർ ഗോയിങ് ടു പ്രൊവൈഡ് സം പ്രിഫറൻസസ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പറയാണ് സി ഐ വാണ്ട് ഐ പ്രിഫർ PHP, ഐ പ്രിഫർ ആൻഡ് വാട്ട് ഈസ് യുവർ പ്രിഫറൻസ് ലാംഗ്വേജ് അല്ലെങ്കിൽ പ്രിഫറൻസ് വർക്കിംഗ് ലൊക്കേഷൻ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ പ്രിഫറൻസ് എന്ത് ചെയ്യാൻ പറ്റും, കുറേ എണ്ണം സെലക്ട് ചെയ്യാമല്ലോ, ഒന്നല്ല കുറേ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സി അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ചെറിയ ഷോർട്ട് വീഡിയോസ് ആയിരിക്കും നല്ലത്, നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ. വലിയ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കി അതിൻ്റെ ഒപ്പം ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാകും. ബിക്കോസ് ഐ എം റെഗുലർലി ഡൂയിങ് വീഡിയോസ്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇത് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും, നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ആ മൾട്ടി സെലക്ഷൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സെലക്ഷൻ പോസിബിൾ ആവുന്നത് ആൻഡ് ഹൗ ടു സ്റ്റോർ ദാറ്റ് ഇൻ എ വേരിയബിൾ ആൻഡ് ഫോർ ഫ്യൂച്ചറിൽ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണെന്നുള്ള കാര്യം. ഓക്കെ, സോ വാച്ച് ദ വീഡിയോ ആൻഡ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് കമൻറ്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഐ വാണ്ട് ടു നോ യുവർ ഫീഡ്ബാക്ക്. ആൻഡ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഐ വാണ്ട് ടു നോ ദ ഫീഡ്ബാക്ക്. ദെൻ ഓൺലി ഐ ക്യാൻ ഇംപ്രൂവ്. നിങ്ങൾ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിൽ എനിക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്.